സമാധാനം, സൗഭാഗ്യം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ആഴമായി അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് അസീസിയുടെ തെരുവിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഫ്രാൻസിസ് ഓടി നടന്നു. എന്നിട്ട് പറഞ്ഞു, ലവ് ഈസ് നോട്ട് ലവ്. സ്നേഹം സഹിക്കപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ഊഷ്മളമായ സ്നേഹം അനുഭവിച്ച ആ മനുഷ്യന് ഇരിക്കപ്പെടുക ഉണ്ടായില്ല. ഒരു ഭ്രാന്തനെ പോലെ വിളിച്ചു പറയുകയാണ്, ദൈവമെന്ന സ്നേഹം, ആ സ്നേഹത്തിന് മനുഷ്യൻ ഉചിതമായ പ്രത്യുത്തരം നൽകുന്നില്ല. സ്നേഹം സഹിക്കപ്പെടുന്നില്ല. ലവ് ഈസ് നോട്ട് ലവ്. വലിയ ആഴമായ സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വന്ന ഫ്രാൻസിസിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു. ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതുവരെയും അദ്ദേഹത്തിന് വെറുപ്പുളവാക്കിയ കാര്യങ്ങളെല്ലാം വലിയ മാധുര്യമുള്ള സന്തോഷമുള്ള അനുഭവമാക്കി മാറി. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് കുഷ്ഠരോഗികളെ കാണുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വെറുപ്പ്, അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ദൈവസ്നേഹത്തിന്റെ അഗ്നിയാൽ ജ്വലിച്ച ഫ്രാൻസിസ് മറ്റൊരു വ്യക്തിയായി മാറി. ഒരിക്കലും എതിർ വശത്തൂടെ ഒരു കുഷ്ഠരോഗി കടന്നു വരികയാണ്. ദേഹമാസകലം വ്രണമുള്ള മനുഷ്യൻ. ഫ്രാൻസിസ് പഴയ സ്വഭാവമാണെങ്കിൽ ഓടിപ്പോയതിന്, പക്ഷേ ഫ്രാൻസിസ് ഈ കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് ഓടിയെടുത്തു. അദ്ദേഹത്തിൻ്റെ മുറിവുകളിൽ ചുംബിക്കുകയാണ്. ഓരോ മുറിവിലും ഫ്രാൻസിസ് ചുംബിച്ചു. അത്ഭുതകരമായ കാഴ്ചയാണ് ഫ്രാൻസിസ് കാണുന്നത്. ആ ചുംബിച്ച ആ മുറിവ് മാഞ്ഞുപോയി. അതിൻ്റെ വടുക്കൾ പോലും മാഞ്ഞുപോയിരിക്കുന്നു. അടുത്ത മുറിവിലും ഫ്രാൻസിസ് ചുംബിച്ചു. ആ മുറിവ് മാഞ്ഞുപോയി. അങ്ങനെ ഓരോ മുറിവുകളും ഫ്രാൻസിസ് മാറി മാറി ഒരു ഉന്മാദനെ പോലെ ഫ്രാൻസിസ് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ചുംബിക്കുകയാണ്. അങ്ങനെ ആ മുറിവുകളെല്ലാം മാഞ്ഞു മാറിപ്പോയി. എന്നാൽ 5 മുറിവുകൾ അവിടെ കാണുന്നു. അത് മാറിപ്പോയില്ല. 2 കൈകളിലും കാലുകളിലും വിലാപ്പുറത്തും അങ്ങനെ 5 മുറിവുകൾ. ഫ്രാൻസിസ് നോക്കിയപ്പോൾ ഈ 5 മുറിവുകൾ കർത്താവിന്റെ തിരുമുറിവുകൾ. അദ്ദേഹം അവിടെ മുട്ടിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന, ദൈവമേ, നീ എന്താണ് ഈ മനുഷ്യന്റെ, ഈ മുറിവുകളുള്ള മനുഷ്യന്റെ ഉള്ളിൽ നീ ഒളിഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ? നീയായിരുന്നു അതല്ലേ? ക്രിസ്തുവെയാണ്, അങ്ങനെയാണല്ലോ ഞാൻ ചുംബിച്ചത്. അതേ മുറിവേറ്റ ഒരു മനുഷ്യനിലും ഈശോ ഒളിഞ്ഞിരിക്കുകയാണ്. ഈശോ അവിടെ ഉണ്ട്, ഓരോ മനുഷ്യനിലും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനുള്ള വലിയ കൃപ. ദൈവത്തെ സ്നേഹിച്ച ആ മനുഷ്യൻ കണ്ടെത്തി ഓരോ മനുഷ്യ കുഞ്ഞിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ ആഞ്ഞുപുലുവാനായിട്ട്, അവരെയൊക്കെ ചേർത്ത് നിർത്തുവാനായിട്ട് സെസിലിയ ഫ്രാൻസിസിന് സാധിച്ചു. ആരും വെറുക്കപ്പെടേണ്ടവരല്ല. ഏറ്റവും അധികം ചെറിയവരെന്ന് കാണുന്ന വ്യക്തികളെ പോലും വലിയവരാക്കി മാറ്റുവാനുള്ള ഫ്രാൻസിസിന്റെ ആ സ്നേഹത്തിന്റെ രഹസ്യതാണ്. ദൈവം സ്നേഹിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ സഹോദരങ്ങളെയെല്ലാം ചേർത്ത് നിർത്തുകയാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെയും ചേർത്ത് നിർത്തുകയാണ് ഫ്രാൻസിസ്. ഒന്നും ഫ്രാൻസിസിന് അന്യമല്ല, ആരും അന്യരല്ല. എല്ലാവരും സഹോദരങ്ങളാണ്. എല്ലാവരും ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ്. ആരെയും തള്ളിക്കളയാനാവില്ല. ഫ്രാൻസിസ് മനുഷ്യകുലത്തോട് മുഴുവൻ മാത്രമല്ല, സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളോട് പറയുകയാണ്, സഹോദര സഹോദരി വരിക. ഇത്രയും നല്ല സ്നേഹം നിറഞ്ഞ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ആ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടി എല്ലാ സൃഷ്ടികളെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റുപാടി, സോദരി സോദരേ ഉന്നത
ദൈവത്തെ വാഴ്ത്തുക നിത്യവും അൻപോടി സൃഷ്ടി ജാലമത. സോദരി സോദരനേ, ഉന്നതങ്ങളാം ദൈവത്തെ വാഴ്ത്തുക നിത്യവും അൻപോടി, വാഴ്ത്തുക നിത്യവും അൻപോടി. ഇത്രമാത്രം അനുഗ്രഹം നമ്മളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തെ വാഴ്ത്തുക. സർവ്വ സൃഷ്ടികളെ, സഹോദരങ്ങളെ, സഹോദരന്മാരെ വരിക, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സൃഷ്ടിഗീതം ആലപിച്ച ഫ്രാൻസിസ്, ആ ഫ്രാൻസിസിന്റെ ഹൃദയത്തിൽ എപ്പോഴും സ്നേഹമായിരുന്നു. ആ സ്നേഹം ഒരിക്കലും ഫ്രാൻസിസിന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്ന ഒരു നിഴൽ പോലെ ഫ്രാൻസിസിന്റെ കൂടെ നടന്നിരുന്ന ലിയോ സഹോദരൻ ചോദിച്ചു, ഫ്രാൻസിസ് പിതാവേ, ദൈവാനുഭവം എങ്ങനെയാണ്, എന്താണ് ദൈവാനുഭവം എന്ന് ഫ്രാൻസിസ് പിതാവിനോട് ചോദിച്ചു. ഫ്രാൻസിസ് പിതാവ് പറഞ്ഞു, ഫ്രാൻസിസ് പിതാവ് ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്, ദൈവാനുഭവം എന്നത് ഒരു ഗ്ലാസ് ശുദ്ധജലം പോലെയാണ്. ദൈവാനുഭവം എന്നത് ഒരു ഗ്ലാസ് ശുദ്ധജലം പോലെയാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഗ്ലാസ്സിലെ ശുദ്ധജലം അത് ഈ ഗ്ലാസിനപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ശുദ്ധമാണ്. ഇത് ട്രാൻസ്പെറൻസി ഇതിന് നൽകാൻ സാധിക്കുന്നുണ്ട്, സുതാര്യതയുണ്ട്. ഇതിലൂടെ നോക്കിയാൽ അപ്പുറം കാണാൻ സാധിക്കുന്നു. അതാണ് ദൈവാനുഭവം. ഹൃദയം എങ്ങനെയോ അത് ആ ഹൃദയത്തിലൊന്നും ഒളിച്ചു വെക്കാനാവാത്ത രീതിയിൽ വെളിപ്പെടുത്തുന്ന അനുഭവം. ഫ്രാൻസിസിന്റെ ഹൃദയത്തിലൊന്നും ഒളിച്ചു വയ്ക്കാനായില്ല. എല്ലാം വെളിപ്പെട്ട ഒരു ശിശു ഹൃദയമായിരുന്നു ഫ്രാൻസിസിന്റെ ഹൃദയം. ലാളിത്യമേറിയ ഹൃദയമായിരുന്നു ഫ്രാൻസിസിന്റെ ഹൃദയം. ആരുടെയും മുന്നിലൊന്നും ഒളിച്ചു വയ്ക്കാൻ അദ്ദേഹത്തിനില്ല. തുറന്ന ഹൃദയം, തുറവിയുള്ള മനുഷ്യൻ, സുതാര്യതയുടെ മനുഷ്യൻ, മെൻ ഓഫ് ഓപ്പൺനെസ്. അങ്ങനെ ഫ്രാൻസിസ് പഠിപ്പിക്കുകയാണ്, ഇതാണ് ദൈവാനുഭവം. ഈ സുതാര്യതയുടെ ജീവിതം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക. അകവും പുറവും തമ്മിലുള്ള പൊരുത്തമുണ്ടാകുന്നത്, അതാണ് സത്യമല്ലേ? ഈശോ പറഞ്ഞ സത്യം ഞാനാണ്. അകവും പുറവും തമ്മിലുള്ള പൊരുത്തമാണ് സത്യം. ഈ സത്യം ഫ്രാൻസിസ് കണ്ടെത്തി. നമ്മുടെ ഉള്ളിൽ ഒന്ന് ചിന്തിക്കുകയും പുറമെ വേറൊന്ന് പറയുകയും ചെയ്താൽ അത് എന്താണ്? അതിനെ നമ്മൾ അസത്യം എന്ന് പറയും. ഉള്ളിലൊന്ന് ചിന്തിക്കുകയും പുറമെ ആ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ അത് അസത്യമാണ്. ഉള്ളിൽ ചിന്തിക്കുന്നത് തന്നെ പുറമെ പറയുമ്പോൾ അത് സത്യമാണ്. ഉള്ളിൽ അകവും ഉള്ളും പുറവും നമ്മളുടെ ഒരു പൊരുത്തമാണ് സത്യമല്ലേ? ഈ പൊരുത്തം കണ്ടെത്തിയവരാണ് ഫ്രാൻസിസ്. പ്രിയപ്പെട്ടവരെ, ആ ജലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ ഫ്രാൻസിസ് എന്നെ ഈശ്വരനെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നമുക്ക് അത് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജലം, ഈ ജലത്തിന് 3 അവസ്ഥകൾ ദൈവസ്നേഹമായിട്ട് ബന്ധപ്പെടാണ് ചിന്തിക്കുന്നത്. ഈ ജലം തന്നെ ദൈവസ്നേഹത്തെ പറ്റി പറയുന്നത്. ഫ്രാൻസിസ് പിതാവ് ഈ പ്രകൃതിയിലെ ഓരോ സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെയും നോക്കിയിട്ട് ആ സൃഷ്ടികളിൽ നിന്ന് ഓരോ പാഠങ്ങൾ ദൈവം പറഞ്ഞു കൊടുക്കുന്നത് പഠിച്ച മനുഷ്യനാണ്. അപ്പം ഫ്രാൻസിസ്കൻസ് എന്ന നിലയിൽ നമുക്ക് ഈ ജലത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം. ജലം ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ജലത്തിന് പല അവസ്ഥകൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിന് ഐസായി മാറുവാൻ സാധിക്കും. 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഒരു ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഐസായി മാറും. അതേസമയം അത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ജലമായിട്ട് മാറും. നമ്മൾ 30-35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അത് ജലമായിട്ട് മാറും. ഇനി ആ ജലം എടുത്തൊരു പാത്രത്തിലെടുത്ത് വെച്ച് ഒരു ഫ്ലെയിമിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂട് പിടിച്ച് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്തിക്കഴിയുമ്പോൾ അത് നീരാവിയായിട്ട് ആ പാത്രത്തിൽ നിന്നും അത് രക്ഷപ്പെട്ട് ഇവിടെ മുഴുവൻ വ്യാപിക്കുന്ന നീരാവിയായിട്ട് മാറും. ഒരേ ജലത്തിന് തന്നെ, ഒരേ വസ്തുവിന് തന്നെ പല രൂപങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റമുണ്ടാകുന്നത്? ഈ ഐസായി മാറുന്ന 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. ഐസ് ഖരാവസ്ഥ പ്രാപിക്കാം. അതിന് അതിൻ്റെ മോളിക്കൂളിന് വലിയ ചലനാത്മകതയില്ല. ഇത് ഖരാവസ്ഥ പ്രാപിച്ചിരിക്കും. ചിലർ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഒട്ടുമില്ല. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി 0 ഡിഗ്രി എത്തിച്ചേരുമ്പോൾ നമ്മൾ ഐസ് പോലെ മരവിച്ച ഒരവസ്ഥയിലാണ്. ഒന്നും ചെയ്യാണ്ട ഒരു താല്പര്യമില്ല. ആകെ വിറങ്ങലിച്ചിരിക്കാം. തണുപ്പ് വരുമ്പോൾ നമ്മളിങ്ങനെ മുട്ടിങ്ങനെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 0 ഡിഗ്രി ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഒട്ടുമില്ല. അത് 0 ഡിഗ്രി എത്തി.
ഐസ് പോലെ വിറഞ്ഞാലും ചെയ്യും. ഒന്നും ചെയ്യാനുള്ള ഒരു ത്രാണിയില്ല, ഒരു താല്പര്യമില്ല. എന്നാ ചെയ്യാനും കുറേ ഇത്ര നാളൊക്കെ ചെയ്തു മടുത്തു, ഒത്തിരി കണ്ടു, ഒത്തിരി കേട്ടു, നീ ഇപ്പോൾ എന്നാ ചെയ്യാൻ ഇത്രയൊക്കെ പ്രായമായി എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഒരു നിസ്സംഗത മനോഭാവം, ഈ ഉൾവലിയുന്നൊരു മനോഭാവം, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. അതിപ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി 0 ഡിഗ്രി എത്തിച്ചേരുമ്പോഴാണ് ഒന്നും ചെയ്യാൻ നമുക്കൊരു ഇപ്പോൾ SF-യുടെ വാർത്തയും എല്ലാം പോകാൻ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. കുറേ പേര് അങ്ങനെ ചിന്തിച്ചായിരിക്കും വരാതിരുന്നത്, എനിക്കറിയില്ല. എനിവേ ഫ്രാൻസിസ് പിതാവിൻ്റെ തിരുനാളാണ്, പോകട്ടെ. കഴിഞ്ഞ വർഷം കൂടുതൽ, ഇനിയിപ്പോൾ കൂടുതലൊന്നും ഇനിയിപ്പോൾ അടുത്ത വർഷം കാണാൻ കൂടെ ഇങ്ങനെ ഈ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. ഒരു 0 ഡിഗ്രിയിലാണ് സെൻറ്റിഗ്രേഡിലാണ് ദൈവസ്നേഹം. സ്നേഹമൊട്ടുമില്ല, തണുത്ത് മരവിച്ച അവസ്ഥയിൽ അങ്ങനെ കഴിയുന്നവരുണ്ട്. എന്നാലൊരു ജ്ഞാനമൊക്കെ കൂടി നമ്മുടെ ഫ്രണ്ട്സ് ഈ വാർഷികമൊക്കെ കൂടി തിരുനാളൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് ഭൂരിപക്ഷമാകും. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി വേണം, 0 ഡിഗ്രി 30 ഡിഗ്രി എത്തി. അപ്പോൾ നമുക്ക് ഒഴുകാൻ സാധിക്കും, ജലം പോലെ ഒഴുകാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കും, ഒഴുകിയെത്താൻ സാധിക്കും. അയൽവാസിയുടെ കാര്യം അവനത് ബുദ്ധിമുട്ടിലാണ്, ഒന്ന് അവിടെ ചെന്ന് കാണാനും അവരെ ശുശ്രൂഷിക്കാനും അരുവികളിലേക്ക് പോയി കാണാനും ഒക്കെ നമുക്ക് ഒഴുകിയെത്താനായിട്ട് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ജലം പോലെ അത് 30-35 ഡിഗ്രി ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉണ്ടാകുന്നത്. എന്നാൽ അതുപോലെ ഫ്രാൻസിസ്കൻസ് എന്ന നിലയിൽ ഫ്രാൻസിസ് പിതാവിന് എത്ര ഡിഗ്രിയായിരുന്നു ഉണ്ടായിരുന്നത്? ദൈവസ്നേഹത്തിന് അഗ്നി എത്ര ഡിഗ്രിയായിരുന്നു? 100 ഡിഗ്രിയാണ്. 100 ഡിഗ്രി ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിച്ചവരാണ് ഫ്രാൻസിസ്. ഈ അഗ്നി ജ്വലിക്കണം, തീ പിടിച്ചവരായി മാറണം ഫ്രാൻസിസ്കൻസ്. ഫ്രാൻസിസ് പിതാവിൻ്റെ ഹൃദയത്തിൽ 100 ഡിഗ്രി ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിച്ചത്. ആ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ജലം അത് ആ ഇതിരുന്ന പാത്രത്തിൽ നിന്നും അതിൻ്റെ തന്മാത്രകളെ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാം. വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് അത് മാറി, വലിയ സ്വാതന്ത്ര്യം. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി 100 ഡിഗ്രി സെൻറ്റിഗ്രേഡായി തീരുമ്പോൾ അവിടെ റീച്ച് ചെയ്യുമ്പോഴെന്താണ് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുകയാണ്. അതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. ഒരു ദൈവത്തിൻ്റെ മകനെന്നതല്ല, സ്വാതന്ത്ര്യത്തിലേക്ക് ഫ്രാൻസിസ് പിതാവ് കടന്നു വന്നു. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തി ജ്വലിച്ചു ഫ്രാൻസിസ്. ആ തീ കത്തിപ്പടർന്നു. 13-ാം നൂറ്റാണ്ടിൽ അസീസിയിൽ കത്തി ജ്വലിച്ച ആ തീ ലോകവാസികളിൽ കത്തിപ്പടർന്നു. ഇന്നെല്ലാ രാജ്യങ്ങളിലും ഫ്രാൻസിസ്കൻ സമൂഹമുണ്ട്. ഫ്രാൻസിസ്കൻ സഭയുടെ എല്ലാ രാജ്യങ്ങളിലുണ്ട്. ഞങ്ങളുടെ സഭ കപ്പിജൻ സഭ 110 രാജ്യങ്ങളിലുണ്ട്. ഏതാണ്ട് 10,000 ചിലവാനം വന്നതായിട്ട്. അതുപോലെ ഫ്രാൻസിസ്കൻ അൽമായ സഭയിലാണുള്ളത്. അതുപോലെ ഫ്രാൻസിസ്കൻ സെക്കൻഡ് ഓർഡർ ക്ലെയർ ക്ലാരസഭയിലാണുള്ളത്. ഈ പ്രോവിൻസ് തന്നെ, ഈ ക്ലാരസഭയിൽ തന്നെ 7,000-ഓളം ചിലവാനം അംഗങ്ങളുണ്ട് ക്ലാരസഭയിൽ. അതുപോലെ 4 പ്ലേയേഴ്സ്, അതുപോലെ ഫ്രാൻസിസ്കൻ OF കൺവെൻഷൻസ്, ഒബ്സർവേഷൻ, വിവിധ രാജ്യങ്ങളിൽ ഈ ഫ്രാൻസിസ് കൊടുത്തുവിട്ട ആ വലിയ അഗ്നി സ്വീകരിച്ചുകൊണ്ട് പ്രക്ഷോഭിക്കുവാനായിട്ട് സാധിക്കുന്ന അനേകർ. കാരണം ഇന്നും ഫ്രാൻസിസ്കന്റെ ആ ചൈതന്യം, ഫ്രാൻസിസിന്റെ ചൈതന്യത്തിന് ഒരു കുറവും വരികയില്ല. അത് ദേശങ്ങളെയും കാലങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. കാരണം എന്താണ്? ഫ്രാൻസിസ്കൻ ആശയങ്ങൾ, ഫ്രാൻസിസ്കൻ മൂല്യങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷ മൂല്യങ്ങൾ തന്നെയാണ്, ദൈവരാജ്യ മൂല്യങ്ങൾ തന്നെയാണ്. ദൈവസ്നേഹം, പരസ്നേഹം, ത്യാഗം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസത, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഫ്രാൻസിസ്കൻ. കാരണം ഫ്രാൻസിസ് പഠിച്ചത് പ്രിയപ്പെട്ട നമ്മുടെ ചെറുക്കടച്ചൻ പറഞ്ഞതുപോലെ വചനത്തിൽ ഊന്നിയ ജീവിതമായിരുന്നു. ഫ്രാൻസിസ് വചനത്തിൽ ഊന്നിയ ജീവിതമാണ് നയിച്ചത്. അപ്പോൾ അങ്ങനെ വചനത്തിൽ ഊന്നിയ ജീവിതം നയിച്ചുകൊണ്ട് സുവിശേഷാത്മകമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ മൂല്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഫ്രാൻസിസിന് സാധിച്ചത്. അതാണ് വിജയം. അതുകൊണ്ട് എന്നും ഈ മൂല്യങ്ങളെന്നും സനാതന മൂല്യങ്ങളാണ്. ഇതെന്നും കാലഘട്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളല്ല, എന്നും നിലനിൽക്കുന്ന മൂല്യങ്ങളാണ്. അതുകൊണ്ട് ഫ്രാൻസിസ്കൻ മൂല്യങ്ങൾ എന്നും നിലനിൽക്കുന്നു. ആ ആശയങ്ങൾക്ക് എന്നും പ്രസക്തിയുണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ ഫ്രാൻസിസ് പിതാവിൻ്റെ സഭയിലേക്ക് കടന്നു വരാനായിട്ട്
നിങ്ങൾക്ക് സാധിച്ചതിൽ വളരെയധികം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. ഫ്രാൻസിസ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ 11-ാം നൂറ്റാണ്ടിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഈ മൂല്യങ്ങൾ സംസ്കരിച്ച് മുന്നോട്ട് പോകാണ്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ യഥാർത്ഥമായ ഒരു ഫ്രാൻസിസ്കൻ ആയിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഫ്രാൻസിസിന്റെ ചൈതന്യം അത് ക്രൈസ്തവരിൽ മാത്രമല്ല കടന്നു ചെയ്യുന്നത്. ഈ ചൈതന്യം സ്വീകരിച്ച എത്രയോ അക്രൈസ്തവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ലോകം മുഴുവനും ഈ ചൈതന്യം ഏറ്റുവാങ്ങി. ഒരു അക്രൈസ്തവ സഭയുടെ കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം സിസി മാസികയിലൊക്കെ എഴുതുന്ന ശിവദാസ് സാറ് എൻ്റെ കാര്യം അദ്ദേഹം ഒരു ആർട്ടിക്കിളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഹൃദയസാക്ഷിയായിട്ട് തോന്നി. അദ്ദേഹം ഫ്രാൻസിസിൻ്റെ ആ ചൈതന്യം ഉള്ളിൽ സ്വീകരിച്ചത്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് ഫ്രാൻസിസ് പിതാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അദ്ദേഹം വന്ന് അവിടെ നിന്നും അദ്ദേഹം എന്നിട്ട് ഈ വിസിറ്റർ പറഞ്ഞ്, എൻ്റെ സാറ് ഇപ്പോൾ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഈ റെഡ് ഹൗസിലൊക്കെ അടിച്ച തറ, ഇതൊക്കെ സാറിൻ്റെ ഈ വീടൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് കുറേ ഇതെല്ലാം തല്ലിപ്പൊടുത്തി കളഞ്ഞിട്ട് ഒരു ടൈൽസ് ഇടുക. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ അതിനുള്ള ആൾക്കാരെയും അറേഞ്ച് ചെയ്യാം. ഈ ബന്ധു പറയുക, ആൾക്കാരെ അറേഞ്ച് ചെയ്യാം. സാറൊന്നും കൂടിയാണ് ഞാൻ അറേഞ്ച് ചെയ്തു തരാം. അപ്പോൾ സാറിങ്ങനെ സാറ് ചിരിച്ചുകൊണ്ടിരിക്കുക, ഒന്നും പറയുന്നില്ല. അവിടെ ഫ്രാൻസിസ് പിതാവ് ഉള്ളിലിരുന്ന് പറയുകയാണ്, സാറിൻ്റെ ഉള്ളിലിരുന്ന് ഫ്രാൻസിസ് പിതാവ് പറയാണ്, സാറേ ഈ തറയ്ക്ക് ഇപ്പം എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഇത് തല്ലി പൊട്ടിച്ചൊന്നും കളയണ്ട, അതങ്ങനെയൊക്കെ ഇരിക്കട്ടെ. ഫ്രാൻസിസ് പിതാവ് ഉള്ളിലിരുന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാറ് പുഞ്ചിരിച്ചുകൊണ്ട് ആ വിസിറ്ററോട് പറഞ്ഞു, ഇല്ല ഞാനിത് തല്ലി പൊട്ടിച്ച് കളയുന്നില്ല, കാരണം ഇതിന് കുഴപ്പമൊന്നുമില്ല എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ഫ്രാൻസിസ് പിതാവ് പറയുന്നത്. ഫ്രാൻസിസ് പുള്ളിയോട് പറഞ്ഞതിനപ്പോൾ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറയാം. ഒരു ബൾബ് ഇങ്ങനെ ആരുമില്ലാതെ ഇങ്ങനെ കത്തിക്കിടക്കുന്ന, ആരും ഉപയോഗിക്കാതെ തന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ കത്തിക്കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. കാരണം ഫ്രാൻസിസ് പിതാവിന് സങ്കടമാണ്. കാരണം വെറുതെ എനർജി ഇങ്ങനെ കളയുക, അത് ഫ്രാൻസിസ് പിതാവിന് സങ്കടമാണ്. ഒരിക്കലും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ പറമ്പിലൊക്കെ ജോലി ചെയ്യാനായിട്ട് വരുന്നു. അങ്ങനെ ജോലി ചെയ്യാനായിട്ട് വരുന്ന വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിനൊരു 600 രൂപ കിട്ടുന്നു. അദ്ദേഹം അതിനുള്ള പണിയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ചെറിയ ജോലികളൊക്കെ, എന്നാലും ഒരു 700 രൂപ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം അത് കൊടുക്കുന്നത് നഷ്ടമാണ്, എന്നാലും അത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഫ്രാൻസിസ് പിതാവ് ഉള്ളിൽ നിന്നും പറഞ്ഞു, ശിവദാസേ, ആ മനുഷ്യനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ആ മനുഷ്യന് പട്ടിണിയിലാണ്, ഒരു 100 രൂപയുടെ കൂട്ടിക്കൊടുക്കരുത്. അങ്ങനെ ഒരു 100 രൂപയുടെ കൂട്ടി കൊടുക്കാനായിട്ട് കിടന്നു. ഇദ്ദേഹം അറിയാതെ ഇദ്ദേഹത്തിൻ്റെ തേച്ച് മടക്കി വെച്ചിരുന്ന ഷർട്ട് അതുകൂടെ എടുത്തു. അതുകൂടെ എടുത്തിട്ട് ആ രൂപയും കൂടെ മനസ്സിലാ പറഞ്ഞനുസരിച്ച് അത് കൊടുക്കുകയാണ്. അദ്ദേഹം ഈ വൃദ്ധനായ മനുഷ്യൻ അമ്പലം കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ശിവദാസൻ്റെ ഭാര്യ സുമ, സാറ് നന്നല്ലേ, വാങ്ങിച്ചോടുക, സന്തോഷത്തോടെ വാങ്ങിച്ചോടുക. അങ്ങനെ ആ ഷർട്ടും പൈസ അദ്ദേഹം വാങ്ങിച്ചു. അപ്പോൾ ഫ്രാൻസിസ് പിതാവ് ഉള്ളിൽ പറഞ്ഞു, ഇദ്ദേഹം ഉള്ളിൽ ഇദ്ദേഹം പറയുകയാണ്, മന്ത്രിച്ചു, ഈ ശിവദാസിനെ മന്ത്രിക്കുകയാണ്, സാറ് ധർമ്മമല്ല, ഫ്രാൻസിസ് പിതാവ് എന്നെ കൊണ്ട് പഠിപ്പിച്ചതാണ്, ഫ്രാൻസിസ് പിതാവാണ് അതിന് കാരണക്കാരൻ, ഫ്രാൻസിസ് പുണ്യമാണ് എന്ന് പറയുക. എന്നിട്ട് ഫ്രാൻസിസ് പിതാവിൻ്റെ അടുത്ത് ഉള്ളിൽ അദ്ദേഹം വീണ്ടും സംസാരിക്കാം, ഞാൻ ഷർട്ടിനോട് കൊടുത്തു കേട്ടോ, സന്തോഷമായില്ലേ? ഫ്രാൻസിസ് പിതാവ് കേട്ടോ, എനിക്ക് ഒത്തിരി ഷർട്ടില്ലേ, ഒരു ഷർട്ടും കൂടെ കൊടുക്കാവേണം കേട്ടോ. ഫ്രാൻസിസ് പിതാവ് കൊണ്ടിരുന്നു, ഒരു ഷർട്ട് ഒന്നുകൊണ്ട് നീ കൊടുത്തു, ഒന്നും കൂടെ കൊടുക്കാമായിരുന്നു കേട്ടോ എന്ന് ഫ്രാൻസിസ് പിതാവ് ഉള്ളിലിരുന്ന് പറഞ്ഞു. അദ്ദേഹം ആർട്ടിക്കിൾ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ ഇതാണ് ഫ്രാൻസിസ് ആ മനുഷ്യന് വരുത്തുന്ന മാറ്റങ്ങൾ. അദ്ദേഹത്തെ ഉള്ളിലിരുന്ന് അദ്ദേഹത്തെ നയിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിലിരുന്ന് ഫ്രാൻസിസ് പിതാവ് നമ്മളെയൊക്കെ നയിക്കുന്നു. നമ്മളുടെ ഓരോ ചെയ്തികൾക്കും പിന്നിൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഫ്രാൻസിസ് ഇത് ആഗ്രഹിക്കുന്നതാണ്. ഫ്രാൻസിസ് പിതാവ് ഇതിന് ഒപ്പിടുവോ, ഇത് ആമേൻ പറയുവോ ഇതിൻ്റെ ചെയ്തികൾക്ക് എന്ന് നമുക്ക് ചിന്തിക്കണം. തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ ജീവിതവും ഫ്രാൻസിസിൻ്റെ ജീവിതം പോലെ ഒരു റോൾ മോഡലാണ്. പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രശ്നം എനിക്ക് കുറച്ച് കേട്ടാൽ അപ്പോൾ റോൾ മോഡലായി മാറണം അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു. റോൾ മോഡലായി മാറണം. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസിന്റെ ചൈതന്യം ജീവിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ഒരു മനോഹരമായ ഒരു ചെറിയ സമയം കഴിഞ്ഞു. ഒരു ചെറിയ ഇംഗ്ലീഷ് വെച്ചിട്ടുണ്ട്, ലീഡ് യുവർ ലൈഫ് സിമിലർ ടു എ ഡിക്ഷണറി പ്രൊവൈഡിങ് മീനിങ് ടു എവറി വൺ ഹു റെഫേഴ്സ് യു. ലീഡ് യുവർ ലൈഫ് സിമിലർ ടു എ ഡിക്ഷണറി പ്രൊവൈഡിങ് മീനിങ് ടു എവറി വൺ ഹു റെഫേഴ്സ് യു. ഒരു ഡിക്ഷണറി കണക്കെ, ഡിക്ഷണറിയുടെ എന്താണ് ദൗത്യം? ഡിക്ഷണറി വാക്കുകളുടെ അർത്ഥം നമുക്ക് നൽകുന്നതാണ്. വാക്കുകളുടെ അർത്ഥം, ഓരോ വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറി നോക്കിയാൽ കിട്ടും. അപ്പോൾ വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറി കവർന്നു വിളിക്കുകയാണ് എന്ന് പറഞ്ഞു വേണം നിങ്ങളുടെ ജീവിതം ഒരു ഡിക്ഷണറി പോലെയായി മാറുക. നീ ഒരു ഡിക്ഷണറി പോലെ മാറിത്തീരുക, ആയിത്തീരുക. നിന്നെ ഒത്തിരി പേര് റെഫർ ചെയ്യുന്നുണ്ട്. ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുക. ഈ ഡിക്ഷണറി വാക്കുകൾക്ക് അർത്ഥം കൊടുക്കുന്നത് പോലെ നിന്റെ ജീവിതം, ഈ ജീവിതത്തിന് തന്നെ അർത്ഥമുണ്ട്. ദിസ് ലൈഫ് ഈസ് സോ വർത്ത് ലിവിങ്. ഈ ജീവിതം അർത്ഥവത്താണ്. ഇതിന് അർത്ഥം കൊടുക്കുന്ന ഒരു ജീവിതം തന്നെയാണ് നയിക്കുക. നിന്നെ റെഫർ ചെയ്യുന്നവര്, നിന്നെ കാണുന്നവരൊക്കെ അർത്ഥമുള്ള ജീവിതം ആണ് ഇത് എന്ന് കണ്ടെത്തട്ടെ. നിന്റെ സന്തോഷം കണ്ടെത്തുന്നവര് ആ സന്തോഷത്തിൽ പങ്കുചേരട്ടെ. അതാണ് ഫ്രാൻസിസിന്റെ ജീവിതം നോക്കിയാൽ ഫ്രാൻസിസിനെ പറ്റി ഒരുപാട് നമുക്ക് പറയാൻ സാധിക്കും. ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്ന് പറയുന്നു. ഫ്രാൻസിസിനെ പറ്റി എന്തെല്ലാം കാര്യം നമുക്ക് പറയാൻ സാധിക്കും. ഒത്തിരി സത്യങ്ങൾ ഫ്രാൻസിസിനെ പറ്റി പറയാൻ സാധിക്കും. ആ ഡിക്ഷണറിയിൽ ഒത്തിരി പര്യായ പദങ്ങൾ ഇടാൻ സാധിക്കും. ഫ്രാൻസിസ് ഡിക്ഷണറിയിൽ അല്ലേ? ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവാണ്. പഞ്ചശതങ്ങൾ സ്വീകരിച്ചുമാണ് പഞ്ചശതനായിയാണ്. ക്രിസ്തുവിൻ്റെ ആ 5 മുറിവുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നതാണ്. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയായിരിക്കാം ഫ്രാൻസിസ് യേശുവിൻ്റെ ആ തിരുമുറിവുകളെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒഴിച്ചിരുന്ന സ്നേഹം, ആ സ്നേഹാഗ്നി അത് ഉള്ളിൽ ഒതുക്കാനാവില്ല. അത് ഉള്ളിൽ ഒതുക്കാനാവില്ല. അത് പുറത്തേക്ക് ബഹിർഗമിച്ചു, പുറത്തേക്ക് കടന്നു വന്നു. ഉള്ളിൽ ഈശോയോടുള്ള അദമ്യമായ സ്നേഹം, ക്രൂശിതനും ദരിദ്രനും വിനീതനുമായ ക്രിസ്തുവിനോടുള്ള സ്നേഹം, അത് ഉള്ളിൽ ആഴമായിട്ട് നിറഞ്ഞു നിന്നു. അത് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിലേക്ക് കടന്നു വന്നു. ക്രൂശിതനെ ആശ്ലേഷിച്ച ആ ഫ്രാൻസിസ് ആ ക്രൂശിതനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഇത് സ്വീകരിക്കുകയാണ്. ക്രൂശിനോടുള്ള സ്നേഹം വർദ്ധിച്ച് വന്ന് അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോലും അത് രൂപപ്പെട്ടു കാണുകയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ stigmata is actually an external manifestation of his internal love towards the crucified Christ. ക്രിസ്തുവിനോടുള്ള ആ ആഴമായ സ്നേഹം, ക്രൂശിനോടുള്ള സ്നേഹം, ആ സ്നേഹം ആഴമേറിയ വളർന്ന് അത് മനസ്സിൽ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല. ശരീരത്തിലേക്കും അത് കടന്നു വരികയാണ് അതിൻ്റെ അടയാളങ്ങൾ. അങ്ങനെ പഞ്ചശതധാരിയായി ആ ക്രൂശിനോട് താതാത്മ്യപ്പെട്ട് ഫ്രാൻസിസ് കാണപ്പെടുകയാണ്. ആ ക്രൂശിനോട് അങ്ങേറ്റം താതാത്മ്യപ്പെട്ട് ജീവിച്ചു. അതുപോലെ ഓരോ വചനങ്ങളും ഫ്രാൻസിസ് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ, തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഫ്രാൻസിസ് പിതാവ് ചെയ്തതുപോലെ കർത്താവിൻ്റെ വചനങ്ങളിലും ആഴപ്പെട്ട് നമുക്ക് ജീവിക്കാം. ഓരോ വചനങ്ങളും ഗൗരവത്തോടെ നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ. സങ്കീർത്തനം 119, 11 തിരുവചനം നമുക്ക് മനസ്സിലൊന്ന് കുറിച്ചിടാം. ഈ പാപം നിറഞ്ഞ, തിന്മ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപലേശമേശാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അവൻ. എന്താണ് പറയുന്നത്? സങ്കീർത്തനം 119, 11 വചനം പറയുകയാണ്,
അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് കുറച്ചുകൂടെ മനോഹരമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്, ഐ ട്രഷർ യുവർ വേർഡ്, ഒരു നിധി പോലെ. ഐ ട്രഷർ യുവർ വേർഡ് ഇൻ മൈ ഹാർട്ട് so that I may not sin against you. സങ്കീർത്തനം 119:11. പാപം ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ ഈ തിന്മയിൽ വീണു പോകാതെ കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട് വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഫ്രാൻസിസിനെ ശക്തിപ്പെടുത്തുന്നത് വചനമാണ്. ഓരോ വചനവുമാണ് ഫ്രാൻസിസിനെ, ആ ദൈവത്തിൻ്റെ വചനമാണ് ഫ്രാൻസിസിനെ മുന്നോട്ട് നയിച്ചത്. ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തൊക്കെ വചനം ഫ്രാൻസിസിന് വെളിച്ചമായി, പാതയിൽ പ്രകാശമായി മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ഫ്രാൻസിസ്കനായ സഭയിലെ അംഗങ്ങളോട് എനിക്കിതാണ് പറയാനായിട്ടുള്ളത്. ഈ സമാധാനത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ ജീവിതം നയിക്കുവാൻ, ഈ ഭൂമിയിൽ നയിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ആ വചനം നമ്മൾ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഫ്രാൻസിസ് ഉയർത്തിപ്പിടിച്ച ഈ മൂല്യങ്ങൾ സംസ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ധീരതയോടുകൂടി മുന്നേറുവാനായിട്ട് ഓരോ ഫ്രാൻസിസ്കൻസിനും സാധിക്കട്ടെ, ഓരോ ആത്മായ സഹോദരങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങൾ ഒരാൾ മാത്രം പോരാ ഫ്രാൻസിസ് ആത്മായ സഭയിൽ. എല്ലാവരും, കുടുംബങ്ങൾ മുഴുവനും ഫ്രാൻസിസ് ആത്മായ സഭയിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കാം. കാരണം എന്താണ്? ഫ്രാൻസിസ് പഠിപ്പിച്ചു, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിന് എന്നെ പഠിപ്പിക്കണമേ. കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കൊടുക്കാനായിട്ട്, സ്നേഹിക്കാനായിട്ട് ഉള്ള ആ ഒരു ത്വര ഓരോ കുടുംബാംഗത്തിലുണ്ടാകുമ്പോൾ അവിടെ ഒരു മത്സരമുണ്ടാകും. ഇതിനു വേണ്ടി മത്സരിക്കുന്നത് സ്നേഹിക്കാനുള്ള മത്സരം, കൊടുക്കാനുള്ള മത്സരം, സേവനം ചെയ്യാനുള്ള മത്സരം ആ കുടുംബത്തിലുണ്ടാകും. കിട്ടാനായിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ കൊടുക്കാനുള്ള ഒരു മത്സരമാണ് ഉണ്ടാകും. എപ്പോഴും സ്നേഹം. എങ്ങനെയൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെ എൻ്റെ ഇടപാടുകളെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. ഈ ഒരു മനോഭാവമാണ് ഫ്രാൻസിസ് അങ്ങനെയാണ് അന്വേഷിക്കുന്നത്. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ വേണ്ടിയുള്ള ആ പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥന മുഴുവനും അനേക മണിക്കൂറുകൾ നമുക്ക് ധ്യാനിക്കാറുണ്ട്. അവിടെ ഈ ഒരു മനോഭാവം, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം, എൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കണം, ഇടപാടുകളെ സ്നേഹിക്കണം, ആ സ്നേഹിക്കപ്പെടണം, ഞാൻ സ്നേഹിക്കപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിനേക്കാളും വലിയൊരു ആഗ്രഹം സ്നേഹിക്കാനുള്ള ആഗ്രഹം ഫ്രാൻസിസ് പഠിപ്പിച്ചത്. അപ്പോൾ കുടുംബത്തിൽ ഈ ആഗ്രഹം എല്ലാവരും ഉണ്ടാകുമ്പോൾ എന്തൊരു അനുഗ്രഹമാണ് അവിടെ. എല്ലാവരും എത്രമാത്രം സ്നേഹിച്ചാലും മതി വരുന്നില്ല, വീണ്ടും വീണ്ടും സ്നേഹിക്കാനുണ്ട്. ഉള്ള തീക്ഷ്ണമായ പുറപ്പാടിൽ അതെത്രയോ വലിയ മനോഹരമായ കുടുംബമാണ്. സ്നേഹിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഹൃദയങ്ങളുടെ കൂട്ടായ്മ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. ഫ്രാൻസിസ് പിതാവ് ഫ്രാൻസിസ്കൻ അൽമായ സഭ സ്ഥാപിച്ചത് ആ അൽമായരുടെ അവരുടെ ആവശ്യപ്രകാരം അവരാവശ്യപ്പെട്ട് ഞങ്ങൾക്കും വേണം ഇതുപോലെ ജീവിതം. എന്തിനു വേണ്ടിയാണ് ഫ്രാൻസിസ്കൻ സഭ, അൽമായ സഭ സ്ഥാപിച്ചത്? ഫ്രാൻസിസ്കൻ ചൈതന്യം, അതായത് കർത്താവിൻ്റെ ചൈതന്യം, സുവിശേഷാത്മക മൂല്യങ്ങൾ കുടുംബത്തിൽ വളരണം. കുടുംബം സ്വർഗമായി മാറണം. ഓരോ കുടുംബവും സ്വർഗം പോലെ പരിശുദ്ധമായ കുടുംബങ്ങളായി മാറുവാനായിട്ട് സാധിക്കണം. അതാണ് ആത്മായ സഭ സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ ഫ്രാൻസിസിൻ്റെ ചിന്ത. അപ്പോൾ ഓരോ കുടുംബത്തെയും വിശദീകരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ സാന്നിധ്യം, കുടുംബത്തിലെ സാന്നിധ്യം വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇടവകയിലെ സാന്നിധ്യം വലിയ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളെ കാണുന്നവരെ ഫ്രാൻസിസിനെ കാണുന്നത് പോലെ ആ ചൈതന്യത്താൽ നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ, വാർഷികത്തിൻ്റെ മംഗളങ്ങളെ സ്നേഹപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. സമാധാനം സർവ്വമാക്കി.